نور على نور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദഅവദ്ദവാഇന്റെ 4ാമത്തെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ജീവിക്കുന്ന പശ്ചാത്തലത്തെക്കുറിച്ച്, അന്ന് നിലനിന്നിരുന്ന സംസ്കാരവും വിശ്വാസവും നാഗരികതയും എന്തൊക്കെയായിരുന്നു എന്ന് വിശദീകരിക്കുകയുണ്ടായി. രണ്ടാമത്തേത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന് ആ പേര് ലഭിക്കാനുള്ള കാരണം, അദ്ദേഹം പാണ്ഡിത്യത്തിന്റെ ഇത്രയും ഉന്നതിയിൽ എത്താൻ അദ്ദേഹത്തെ സഹായിച്ച ഘടകങ്ങൾ, അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം, അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിക്കുകയുണ്ടായി. മൂന്നാമത്തേത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ചോദ്യം ചോദിക്കുന്ന ആൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ചോദ്യം ചോദിക്കപ്പെടുന്ന മുഫ്തി എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ മര്യാദകൾ പുലർത്തണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ വളരെ ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത്. ആ ചോദ്യം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വളരെ ശ്രദ്ധിച്ച് കേട്ട് അതിനുള്ള വിശാലമായ മറുപടിയാണ് നൽകുന്നത്. ഇവിടെ നമ്മുടെ അടുക്കലേക്ക് ചില ആളുകൾ പ്രയാസം പറഞ്ഞു വരുമ്പോൾ അവരുടെ പ്രയാസം കേൾക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടാകണം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പലപ്പോഴും പ്രയാസങ്ങൾ പറഞ്ഞു വരുമ്പോൾ, ദുഃഖങ്ങൾ നമ്മോട് പങ്കുവെക്കുമ്പോൾ അതൊന്നും കേൾക്കാൻ പോലും തയ്യാറാകാതെ, അതല്ലെങ്കിൽ കേട്ടാൽ തന്നെ പരിഹസിക്കുന്ന കുത്തുവാക്കുകൾ പറയുന്ന ആളുകളാണ് പലപ്പോഴും പല ആളുകളും ഉണ്ടാകാറുള്ളത്. അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് സഹോദരന്റെ വേദന അത് സ്വന്തം വേദനയായി മനസ്സിലാക്കി അതിനുള്ള പോംവഴി, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദഅവദ്ദവാ എന്ന പുസ്തകം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കാരണം ഒരു ചെറിയ ചോദ്യത്തിന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നീണ്ട ഉത്തരമാണ്, വിശാലമായ ഉത്തരമാണ്. കാരണം ഇനിയും അത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടാൽ അത്തരം ആളുകൾക്കും ഈ പറയുന്ന ഗ്രന്ഥം അത് ഉപകരിക്കണം. അവര് ഈ ഗ്രന്ഥത്തിലൂടെ ഒരു ശമനം അവർക്ക് ലഭിക്കണമെന്ന അങ്ങേയറ്റത്തെ നസീഹത്തിന്റെ, ഇഖ്ലാസിന്റെ അടയാളമാണ് ഈ കിതാബ്. അതുകൊണ്ടാണ് ഇന്നും നമ്മളിത് വായിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതും വായിക്കുന്നതും. അങ്ങനെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ഫഅജാബ ശൈഖുൽ ഇമാമു അൽ ആലിമു ശൈഖുൽ ഇസ്ലാം മുഫ്തി അൽ ഫിറഖ് ശംസുദ്ദീൻ അബു അബ്ദില്ല മുഹമ്മദ് ഇബ്നു അബി ബക്കർ ഇബ്നു അയ്യൂബ് ഇമാമുൽ മദ്രസ അൽ ജൗസിയ്യ ബിദിമഷ്ക് അൽ മഹ്റൂസ റളിയല്ലാഹു അൻഹു. അൽഹംദുലില്ലാഹ്. ثبت في صحيح البخاري من حديث أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال. ഹദീസ് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. എന്നിട്ട് ഇമാം ബുഖാരി റഹിമഹുല്ല തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് കൊണ്ടുവരാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, തസ്കിയത്ത് ലഭിക്കുക, ഹൃദയത്തിന് സംസ്കരണം ലഭിക്കുക, നമുക്ക് നന്നാകാൻ സാധിക്കുക വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയുമാണ്. തസ്കിയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഖുർആനും സുന്നത്തും. എത്ര കണ്ട് ഒരാൾ ഖുർആൻ കേൾക്കുന്നു അത്ര കണ്ട് അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. എത്ര കണ്ട് ഹദീസുകൾ വായിക്കുകയും ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് ചെന്നുകൊണ്ട് അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുവോ അത്ര കണ്ട് ജീവിതം മാറി മറിയും. അതുകൊണ്ട് എപ്പോഴും
നമുക്കൊരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങണം. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലത്ത് സഹാബാക്കളോട് ഉപദേശിച്ചതും. നിങ്ങൾ ഈ ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല എന്നാണ്. ഒന്നാമത്തെ ഹദീസ്, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅൻ. ഒരു രോഗത്തെ കുറിച്ചാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. ഞാൻ ഒരു രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരണം, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എനിക്ക് കുറിച്ചു തരണം എന്ന് പറയുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഒന്നാമത്തേതായി ഹദീസ് കൊടുക്കാം. എന്ത് രോഗം, ആ രോഗത്തിനെല്ലാം ശമനമുണ്ട് എന്നാണ് ഹദീസിൽ പറയുന്നത്. അള്ളാഹു ഒരു രോഗവും ഇറക്കിയിട്ടില്ല, അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശമനം വെച്ചുകൊണ്ടല്ലാതെ. അപ്പൊ എല്ലാ രോഗത്തിനും ശമനമുണ്ട് എന്നതാണ് ഹദീസിന്റെ വിവക്ഷ. ശമനമില്ലാത്ത ഒരു രോഗവുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമത്തെ ഹദീസ്, വഫി സ്വഹീഹി മുസ്ലിമിൻ മിൻ ഹദീസി ജാബിർ ഇബ്നു അബ്ദില്ലാഹ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലികുല്ലി ദാഇൻ ദവാ. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഫഇദാ ഉസീബ ദവാഉ ദാഇ ബറഅ ബിഇദ്നില്ലാഹ്. ഏത് രോഗത്തിനാണോ കൃത്യമായ മരുന്നെടുക്കുന്നത്, ആ കൃത്യമായ മരുന്ന് ഒരു രോഗത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവന്റെ രോഗത്തിന് ശമനം ലഭിക്കും. എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്ന് തന്നെയാണ് രണ്ടാമത്തെ ഹദീസും സ്ഥിരപ്പെടുത്തുന്നത്. മൂന്നാമത്തേത്, വഫി മുസ്നദിൽ ഇമാമി അഹ്മദ മിൻ ഹദീസ് ഉസാമത ബിൻ ശരീക് عن النبي صلى الله عليه وسلم قال. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇന്ന അല്ലാഹ ലം യുൻസിൽ ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗവും ഇറക്കിയിട്ടില്ല, അതിന് ശമനം പകരമായി കൊണ്ട് ഇറക്കിയിട്ടല്ലാതെ. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. അത് ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ചില ആളുകൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. വഫി ലഫ്ലിൻ, മറ്റൊരു ഹദീസിന്റെ ലഫ്ല്, ഇന്നല്ലാഹ ലം യളഅ ദാഅൻ ഇല്ലാ വദഅ ലഹു ശിഫാഅൻ ഔ ദവാഅൻ ഇല്ലാ ദാഅൻ വാഹിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗവും അള്ളാഹു ദുനിയാവിൽ വെച്ചിട്ടില്ല, അതിന് ശമനം വെച്ചുകൊണ്ടല്ലാതെ. എന്നാൽ ഒരു രോഗത്തിന് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശമനം വെക്കാത്തത് എന്നാണ്. ഒരു രോഗത്തിന് ചികിത്സയില്ല, ബാക്കി എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട് എന്നാണ് ഹദീസ് രേഖപ്പെടുത്തുന്നത്. അത് ഏതാണ് ആ രോഗം? ഹദീസിൽ തന്നെ പറയുന്നു, ഖാലു യാ റസൂലല്ലാഹ് മാ ഹുവ. ഓ അള്ളാഹുവിന്റെ പ്രവാചകരെ, ഏതാണ് ആ മറദ്, ആ രോഗം ഏതാണ്? ഖാല അൽ ഹറം. അത് വാർദ്ധക്യം. ഒരാൾക്ക് വാർദ്ധക്യത്തിൽ എത്താതിരിക്കാൻ എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ വാർദ്ധക്യമല്ലാത്ത എല്ലാത്തിനും മരുന്നുണ്ട് എന്ന്. രോഗമായി എന്തൊക്കെയുണ്ടോ അതിനെല്ലാം മരുന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ചില ആളുകൾ ആ വിഷയത്തിൽ അജ്ഞരാകും. അപ്പൊ അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അതിനി മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എങ്കിലും ശരി, അവനെ സംബന്ധിച്ചിടത്തോളം അത് അവനെ വ്യാകുലപ്പെടുത്തുന്ന, അവനെ വിഷമിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു വിഷയമേ അല്ല. കാരണം അള്ളാഹു അവനോട് പറയുന്നത് എല്ലാ രോഗത്തിനും ശമനമുണ്ടെന്ന്. അതുകൊണ്ട് ആ ശമനം അവൻ അന്വേഷിക്കുകയും അതിന് ശമനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ ശർഈയായ ഒരുപാട് ശമനങ്ങളുണ്ട്. ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശർഈയായി മതപരമായി ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെയ്യാന്നുള്ളതാണ്. അതാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവന് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ബാധിച്ചാലും അതിൽ സബർ കൊണ്ട് ക്ഷമിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന പരീക്ഷണമാണ്, അള്ളാഹു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു തരുന്നത് എല്ലാ രോഗത്തിനും ശമനമുണ്ട് എന്നാണ്. അതുകൊണ്ട് പ്രയാസപ്പെടേണ്ടതോ വിഷമിക്കേണ്ടതോ ആയ യാതൊരു കാര്യവുമില്ല എന്നവൻ അവന്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന്. എന്നിട്ട് ഈ 4 ഹദീസ് കൊണ്ടുവന്നതിന് ശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഹാദാ യഉമ്മു അദ്വാ അൽ ഖൽബി വറൂഹി വൽ ബദൻ വഅദ്വിയതഹാ. അതായത് ഈ പറഞ്ഞ ദവാ എന്നുള്ളത് എല്ലാ രോഗത്തിനും ശമനമുണ്ട് എന്ന് പറയുമ്പോൾ അത് എല്ലാ നിലക്കും, ഹൃദയങ്ങളുടെ രോഗങ്ങളാകട്ടെ,
ഇനി നമ്മുടെ റൂഹിന് ബാധിക്കുന്ന രോഗമാകട്ടെ, ഇനി അതുമല്ല നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്ന രോഗങ്ങളാകട്ടെ, എല്ലാത്തിനും ശമനമുണ്ട് എന്നാണ്. ശമനമില്ലാത്തതായി ഒന്നുമില്ല, ഒരു രോഗവുമില്ല. അതുകൊണ്ട് ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ, ശരീരത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ, റൂഹിന് ബാധിക്കുന്ന രോഗങ്ങൾ, എല്ലാത്തിനും മരുന്നുണ്ട്, എല്ലാത്തിനും ശമനമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. വഖദ് ജഅല النبي സ്വല്ലല്ലാഹു അലൈഹി വസല്ലം الجهل داء وجعل دواءه سؤال العلماء. അപ്പൊ ഇവിടെ ചോദ്യകർത്താവിന്റെ ചോദ്യത്തെ സമാധാനപ്പെടുത്തുന്ന ഒരു ശൈലിയാണ്. ഇനി എന്ത് ചെയ്യണ്ട, പ്രയാസപ്പെടണ്ട. ചോദ്യകർത്താവ് ചോദിച്ചത് എന്താ? ഞാൻ വളരെ അപകടം പിടിച്ച രോഗത്തിലാണ് അകപ്പെട്ടു പോയിട്ടുള്ളത്, എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. അപ്പൊ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ആ വിഷയത്തിൽ പറഞ്ഞത് എന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് ഏത് രോഗം വന്നാലും അതിന് ശമനമുണ്ട്, നീ പ്രയാസപ്പെടേണ്ട, ആ ശമനത്തിലേക്ക് നമ്മൾ കടന്നു വരും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ആ ഹദീസ് വായിക്കുന്നതോടുകൂടി ഒരു മുഅ്മിനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് വല്ലാത്ത സമാധാനം ലഭിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്, രോഗമാണോ പരീക്ഷണമാണോ അതിനെന്തുണ്ട്, ശമനമുണ്ട് എന്ന് പറയുന്നത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നബിയുടെ ഹദീസുകൾ അവന്റെ മനസ്സിന് വല്ലാത്ത സമാധാനം നൽകുന്നതാണ്. وقد جعل النبي صلى الله عليه وسلم الجهل داء وجعل دواءه سؤال العلماء. ജഹ്ല് എന്നത് ഇനി അടുത്ത ഒരു ഇസ്തിംബാത്താണ്, വേറെ രൂപത്തിൽ ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യുകയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചെയ്യുന്നത്. അതായത് രോഗത്തെക്കുറിച്ചും ശമനത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ജഹ്ല് എന്നത് അറിവില്ലായ്മ എന്നതും ഒരു രോഗമാണെന്ന്. ഒരാൾക്ക് കാര്യങ്ങൾ അറിയില്ല എന്നത് ഒരു രോഗമാണ്. എന്നാൽ അതിന്റെ ഷിഫാ, അതിനുള്ള ശമനം ഉലമാക്കളോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതിലൂടെ അറിവില്ലായ്മ എന്ന ആ രോഗത്തിന് ശമനം ലഭിക്കുന്ന. ഇതിന് തെളിവായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുന്നത് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് തന്റെ സുനനിൽ ഉദ്ധരിച്ച സഹാബിയായ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നത്, ഖറജ്നാ ഫീ സഫരി, ഞങ്ങളൊരു യാത്ര പോകാൻ, ഫഅസാബ റജുലൻ മിന്നാ ഹജർ ഫശജ്ജഹു ഫീ റഅസിഹി. അങ്ങനെ ഒരാൾക്ക് തലയിൽ മുറിവ് സംഭവിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനം ഉണ്ടായി. ശേഷം അദ്ദേഹത്തിന്റെ കൂട്ടുകാരോട്, അസ്ഹാബുകളോട് ചോദിക്കുകയാണ്, ഹൽ തജിദൂന ലീ റുഖ്സതൻ ഫി തയമ്മും. തലയിൽ സാരമായ പരിക്ക് ബാധിച്ചത് കൊണ്ട് തന്നെ ചോദിച്ചു, എനിക്ക് ഉളു എടുക്കാതെ തയമ്മും ചെയ്യാൻ പറ്റുമോ, എന്താണ് അതിന്റെ വിധി എന്ന് ചോദിച്ചു. ആ സമയത്ത് അവിടെ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു, മാ നജിദു ലക റുഖ്സ വഅൻത തഖ്ദിറു അലൽ മാ. നിനക്ക് റുഖ്സ ഇല്ല, കാരണം നിനക്ക് വെള്ളം ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്, അതുകൊണ്ട് ഫഗ്തസിൽ, നീ കുളിക്കണം എന്ന് പറഞ്ഞു. കാരണം സ്വപ്നസ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമാണ്, കുളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുളിച്ചു എന്നാണ്. ഫമാത, അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. فلما قدمنا على رسول الله صلى الله عليه وسلم أخبر بذلك فقال. അങ്ങനെ നബിയുടെ അടുക്കിലേക്ക് നമ്മൾ ചെന്നപ്പോൾ നബിക്ക് കാര്യം വ്യക്തമായി, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാർത്ത ലഭിച്ചിട്ടുണ്ട്. നബി പറഞ്ഞു, ഖതലൂഹു, അവർ അവനെ കൊന്നു എന്നാണ് പറഞ്ഞത്. അവിടെ കൂടിയിരുന്ന ആളുകൾ ആരോടാണോ ഈ വ്യക്തി ചോദിച്ചത്, അവിടെ കൂടിയിരുന്ന ആളുകൾ ഈ വ്യക്തിയെ കൊന്നു എന്നാണ്. ഖതലഹുമുല്ലാഹ്, നിങ്ങളെയും അള്ളാഹു കൊല്ലട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ, പേടിപ്പിക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയെന്നാണ്. ഇവിടെ നിങ്ങളെയും അള്ളാഹു നശിപ്പിക്കട്ടെ എന്ന ഉദ്ദേശമല്ല, മറിച്ച് ആ വിഷയത്തിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി അറബികൾ ഉപയോഗിക്കുന്നതാണത്. ഖതലൂഹു ഖതലഹുമുല്ലാഹ്, നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. എന്നിട്ട് പറയുന്നത്, അല്ലാ സഅലു ഇദാ ലം യഅലമു, നിങ്ങൾക്ക് കാര്യം അറിയുന്നില്ല, അവിടെ നിങ്ങൾക്ക് കൃത്യമായി കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചുകൂടായിരുന്നില്ലേ? നിങ്ങൾക്ക് അറിയുന്ന ആളുകളിലേക്ക് ആ വിഷയം അടക്കാമായിരുന്നില്ലേ? ഫഇന്നമാ ശിഫാഉൽ ഇയ്യി അസ്സുആൽ, ഹദീസിൽ വന്ന പദമാണ് ജഹ്ലിന്റെ, അറിവില്ലായ്മയുടെ ശമനം എന്നത് ചോദിക്കുക എന്നതാണ്. ഇന്നമാ കാന യക്ഫീഹി അൻ യതയമ്മമ വയഅസിറ ഔ യഅസിബ അലാ ജുർഹിഹി ഖിർഖ. അവന് തലയിൽ ബാധിച്ച പരിക്കിന് ഒരു ചെറിയ വസ്ത്രം കൊണ്ട്, ഒരു ചെറിയ തുണി കൊണ്ട് കെട്ടുകയും എന്നിട്ട് ശേഷം അതിന്റെ മുകളിൽ തടവുകയും ചെയ്ത് ബാക്കിയുള്ള ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് വെള്ളം എത്തിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ശരിയായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അറിവില്ലായ്മയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് നിങ്ങൾ ചോദിച്ചുകൊണ്ട്
നിങ്ങൾ നിങ്ങളുടെ അറിവില്ലായ്മയെ നികത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ജഹ്ല് എന്നത് ആണ്, രോഗമാണ്. അതിന്റെ ഷിഫ എന്നത് ചോദിക്കലാണ്, ഉലമാക്കളോട് ചോദിക്കലാണ്. ഫഅഖ്ബറ അന്നൽ ജഹ്ല ദാഉൻ വഅന്ന ശിഫാഅഹു അസ്സുആലു. ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത് അറിവില്ലായ്മ രോഗവും അതിന്റെ ഷിഫ ചോദ്യം ചോദിക്കലുമാണ്. വഖദ് അഖ്ബറ സുബ്ഹാനഹു അനിൽ ഖുർആനി അന്നഹു ശിഫാഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ നമുക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഖുർആൻ ഷിഫ ആണ് എന്നാണ്. സൂറത്തുൽ ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്താണ്. ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ. വിശുദ്ധ ഖുർആൻ എന്നത് സന്മാർഗമാണ്, ഷിഫയുമാണ്. നക്കിറയായിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്, അലിഫ്ലാം ഇല്ലാതെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അത് പൂർണ്ണമായും ഷിഫയാണ്. ഖുർആൻ പൂർണ്ണമായും ഷിഫയാണ്. ആ ഷിഫ എല്ലാ തലത്തിലും ഷിഫ ആണ്. എല്ലാ തലത്തിലും നമുക്ക് ശാരീരികമായ എന്തെങ്കിലും രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഖുർആനിലൂടെ ശമനം ലഭിക്കും. മാനസികമായിട്ട് എന്തെങ്കിലും രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഖുർആനിലൂടെ ശമനം ലഭിക്കും. അതുകൊണ്ടാണ് ഷിഫ ഉൻ എന്ന് നക്കിറയായി പ്രയോഗിച്ചിട്ടുള്ളത്. അടുത്ത ആയത്ത് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഖുർആനിൽ നിന്ന് നാം ചിലത് ഇറക്കിയിട്ടുണ്ട്. ഖുർആൻ നാം ഇറക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഷിഫ ആയിക്കൊണ്ടാണ്, റഹ്മത്ത് ആയിക്കൊണ്ടാണ്. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഫലം യുൻസിലില്ലാഹു സുബ്ഹാനഹു മിനസ് സമാഇ ശിഫാഅൻ ഖത്തു അഅമ്മു വലാ അൻഫഉ വലാ അഅ്ളമു വലാ അൻജഉ ഫീ ഇസാലത്തി ദാഇ മിനൽ ഖുർആൻ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തുകളൊക്കെ കൊടുത്തതിന് ശേഷം പറയാം, ഖുർആൻ ഹൃദയത്തിനുള്ള ശമനമാണ്. നമുക്ക് അറിവില്ലായ്മയുണ്ട്, നമുക്ക് സംശയമുണ്ട്, നമുക്ക് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ബാക്കിയായി പോയ ചില ശുബഹത്തുകളുണ്ട്. എല്ലാത്തിനുമുള്ള സംശയം, എല്ലാത്തിനുമുള്ള ശമനം അത് വിശുദ്ധ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ ചുവട്ടിൽ ശമനമായി ഇറക്കിയതിൽ ഏറ്റവും ഉപകാരപ്രദമായതും ഏറ്റവും എഫക്റ്റീവായതും സ്വാധീനമുണ്ടാക്കുന്നതും അത് വിശുദ്ധ ഖുർആനാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്ത് വെച്ചിട്ട് നമുക്ക് പഠിപ്പിച്ചു തരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വലിയ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ എന്നത് വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഒരിക്കലും ചെയ്യരുത് അതിനെ ചെറുതായി കാണുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് ഉണ്ടാകരുത്. അത് നമുക്കുള്ള ഷിഫ ആണ്. അതുകൊണ്ട് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക? ഖുർആൻ എടുത്ത് മറിച്ച് ഓതുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ ഖുർആൻ കേൾക്കുക എന്നത് വലിയ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. വഖദ് സബത ഫി സ്വഹീഹൈനി മിൻ ഹദീസി അബി സഈദ് ഖാല. എന്നിട്ട് ഇവിടെ ഖുർആൻ ഷിഫയാണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം എല്ലാ രോഗത്തിനും ശമനം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ശമനത്തിൽ ഏതാണ് ഏറ്റവും ഉന്നതമായ ഷിഫ നൽകുന്നത്? അത് ഖുർആനാണ് എന്നും വ്യക്തമാക്കി. അടുത്തത് പറയുന്നത് അതിനുള്ള ഉദാഹരണം. ഖുർആൻ ഷിഫയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, ഏറ്റവും നല്ല ഷിഫയാണ് ഖുർആൻ എന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. ശേഷം ഇതിനെന്താണ് നമുക്ക് തെളിവായി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഖുർആൻ ഷിഫയാണ് എന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഇതിനെന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹദീസിൽ സ്ഥിരപ്പെട്ട രൂപത്തിൽ ഖുർആനിന്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലൊരു സംഭവം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എടുത്തു കൊടുക്കുകയാണ്. അതായത് ഖുർആൻ ഷിഫയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി, ഖുർആൻ ഷിഫയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി, ഖുർആനാണ് ഏറ്റവും നല്ല ഷിഫ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ഹദീസ് കൊടുക്കുകയാണ്. وقد ثبت في الصحيحين من حديث أبي سعيد قال انطلق نفر من أصحاب النبي صلى الله عليه وسلم في سفرة سافروها حتى نزلوا على حي من أحياء العرب. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ഹാബുകൾ ഒരു യാത്ര പോകാൻ. അങ്ങനെ അവരൊരു ഗ്രാമത്തിൽ ഇറങ്ങിയിട്ട് അവർ ആവശ്യപ്പെട്ടു, ഞങ്ങളെ അതിഥികളായി നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ആവശ്യപ്പെട്ടു. ഫഅബൗ അൻ യുദയ്യിഫൂഹും, അവരത് നിരസിച്ചു. ഇല്ല, നിങ്ങളെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ട് അവരെ നിരസിക്കുകയാണ് ഉണ്ടായത്. ആ സന്ദർഭത്തിലാണ് ഫലുദിഗ സയ്യിദു ദാലിക്കൽ ഹൈ, ആ കൂട്ടത്തിലെ ആരാണോ നിരസിച്ചത് അവരുടെ കൂട്ടത്തിലെ പ്രധാനിയായ നേതാവായ ഒരാൾക്ക് എന്തോ ഒരു വിഷജന്തു കടിച്ചു. ഫസഉ ലഹു ബികുല്ലി ഷൈഇൻ, അങ്ങനെ എല്ലാ പണിയും എടുത്തു.
എന്തൊക്കെയാണോ ചികിത്സയായി ചെയ്യാൻ സാധിക്കുന്നത് അതെല്ലാം എടുത്തു കൊടുത്തു. ലാ യൻഫഉഹു ഷൈഉൻ, ഒന്നും ഉപകാരപ്പെടുന്നില്ല. ഫഖാല ബഅദുഹും, അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, ലൗ അതൈതും ഹഉലാഇ റഅത അല്ലദീന നസലു ലഅല്ലഹു അൻ യകൂന ഇൻദ ബഅദിഹിം ഷൈഉൻ ഫഅതൗഹു. അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറയാണ്, ഇപ്പോ നമ്മുടെ അടുക്കൽ അതിഥികളായി നമ്മെ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു വന്ന ആൾക്കാരുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ഈ പറയുന്ന രോഗത്തിന് അവരുടെ അടുക്കൽ എന്തെങ്കിലും ശമനമുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചാലോ എന്ന് അഭിപ്രായപ്പെടുകയും അവരുടെ അടുക്കൽ പോയിട്ട് അയ്യുഹർ റഅ്തു ഇന്ന സയ്യിദനാ ലുദിഗ വസഅയ്നാ ലഹു ബികുല്ലി ഷൈഇൻ ലാ യൻഫഉഹു ഫഹൽ ഇൻദ അഹദിൻ മിൻകും മിൻ ഷൈഇൻ. എന്നിട്ട് ചോദിക്കാൻ, ഞങ്ങളുടെ നേതാവിന് ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുമോ? അദ്ദേഹം വളരെ വലിയ പ്രയാസത്തിലാണുള്ളത്, അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സഹായിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നഅം, സാധിക്കുന്നു പറഞ്ഞു. വല്ലാഹി ഇന്നി ലഅർഖി, ഞാൻ റുഖിയ ചെയ്യാം, ഞാൻ മന്ത്രിക്കാം. വലാകിൻ വല്ലാഹി ഇസ്തലഫ്നാകും ഫലം തുദയ്യിഫൂനാ ഫമാ അന ബിറാഖിൻ ഹത്താ തജഅലൂ ലനാ ജുഅല. ഞങ്ങൾ നിങ്ങളോട് അതിഥികൾ ആയി ഞങ്ങളെ സ്വീകരിക്കുമോ എന്ന് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ നിങ്ങൾ അത് നിരസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റുഖിയ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഉജ്റത്ത് നൽകണം, ഞങ്ങൾക്ക് പണം നൽകണം. റുഖിയക്ക് പകരമായിട്ട് എന്ത് ചെയ്യണം? ഒരു ചെറിയ പാരിതോഷികം ഞങ്ങൾക്ക് നൽകണം, എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം? റുഖിയ ചെയ്യാം എന്ന് ആ സ്വഹാബി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം റുഖിയ ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ അവിടെ റുഖിയക്ക് അജ്റായി പ്രതിഫലമായിട്ട് 10 മുതൽ 30 വരെയുള്ള ആടുകൾ നിങ്ങൾക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. നിങ്ങൾ റുഖിയ ചെയ്ത് ശമനം ലഭിച്ചു എങ്കിൽ 10 മുതൽ 30 വരെയുള്ള ആടുകൾ നിങ്ങൾക്ക് നൽകാം എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം റുഖിയ ചെയ്യാൻ ആരംഭിച്ചു. ഫൻതലഖ യത്ഫുലു അലൈഹി, ഓതുന്ന സമയത്ത് ചെറിയ രൂപത്തിൽ ഉമിനീര് വരുന്ന ആ രൂപത്തിൽ ഓതിക്കൊടുത്തു. വയഖറഉ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ് ആരംഭിച്ചത്. ഫകഅന്നമാ നുശിത മിൻ ഇഖാലിൻ, ഫാത്തിഹ ഓതിക്കഴിയലും അദ്ദേഹം ഉടനെ തന്നെ ആരോഗ്യവാനായി എഴുന്നേറ്റുന്ന. ഫൻതലഖ യംശി, അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. വമാ ബിഹി ഖലബ, ഖലബ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. വമാ ബിഹി ഇല്ല, ഒരു രോഗവും ഇല്ലാത്ത ഒരു സാധാരണ ആരോഗ്യമുള്ള മനുഷ്യൻ നടക്കുന്ന പോലെ എന്ത് ചെയ്തു? നടന്നുപോയി നാം. എപ്പോ? ഈ ഫാത്തിഹ ഓതി കൊടുത്തപ്പോ. അങ്ങനെ ഇവര് തമ്മിൽ കരാറിൽ ഏർപ്പെട്ടതുപോലെ തന്നെ ഫഔഫൗഹും ജുഅലഹും അല്ലദീ സാലഹൂഹും അലൈഹി, അവര് എന്താണോ ആവശ്യപ്പെട്ടത് ആ ആടുകളൊക്കെ അവർക്ക് കൊടുത്തു. ഫഖാല ബഅദുഹും, അങ്ങനെ സഹാബാക്കളുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ പറഞ്ഞു, ഇഖ്തസിമു, നിങ്ങൾ എന്ത് ചെയ്യും? ഇത് വീതിക്ക്. ഫഖാല അല്ലദീ റഖ, അപ്പൊ റുഖിയ ചെയ്ത ആൾ പറഞ്ഞു, ലാ നഫ്അലു ഹത്താ നഅതിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ല അങ്ങനൊന്നും ചെയ്യൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പൊ ഇവിടെ വരണം, നബി വന്നു കഴിഞ്ഞാലേ ഇത് നമ്മൾ വീതിക്കുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരാതെ ഇത് വീതിക്കുകയില്ല എന്ന് പറഞ്ഞു. ഫനദ്കുറു ലഹു അല്ലദീ കാന, എന്താണോ സംഭവിച്ചത് അത് നബിയോട് പറഞ്ഞു കൊടുത്തു. ഫനൻദുറു ബിമാ യഅ്മുറുന, നബി എന്താണോ ഇതൊക്കെ കേട്ടിട്ട് നബി പറയുന്നത്, എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞു. ഫഖദിമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറു ലഹു ദാലിക, അങ്ങനെ നബിയുടെ അടുക്കൽ പോയി ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഞങ്ങൾ ജുഅല ആവശ്യപ്പെട്ടിരുന്നു, അവര് ആ ജുഅല ഞങ്ങൾക്ക് തന്നു, ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പൊ നബി അത്ഭുതത്തോടു കൂടി ചോദിച്ചതാണ് ആ സ്വഹാബിയോട്, വമാ യുദ്രീക അന്നഹാ റുഖിയ, ഇത് റുഖിയയാണ് എന്ന് നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇത് റുഖിയാണ് എന്ന അറിവ് നിനക്ക് എവിടുന്നാണ് കിട്ടിയത് എന്നുള്ളത് തഅജ്ജുബോടുകൂടി ചോദിച്ചു എന്നാണ്. ഹദീസ് വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നുണ്ട്, തഅജ്ജുബിന്റെ സീഗയാണത് എന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ നബി അത്ഭുതത്തിൽ നബി ചോദിക്കാൻ. സുമ്മ ഖാല ഖദ് അസബ്തു, എന്നിട്ട് നബി തന്നെ പറഞ്ഞു, നീ ചെയ്തത് ശരിയാണ്. ഇഖ്തസിമു വദ്രിബൂ ലി മഅകും സഹ്മാ, നിങ്ങൾ വീതിക്കുക, ആ വീതിക്കുന്ന സമയത്ത് എന്നെയും കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഖുർആൻ ശരീരത്തിന് ബാധിക്കുന്ന രോഗങ്ങൾക്കുമുള്ള ശിഫ ആണ്. പലപ്പോഴും നമുക്ക് അത് ബോധ്യപ്പെടാറില്ല. എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഏതെങ്കിലും ഡോക്ടർമാരുടെ മുഖങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നുകളായിരിക്കും.
പക്ഷെ ശരിക്കും നമുക്ക് രോഗം ബാധിക്കുമ്പോൾ ഇതൊന്നും ഓർക്കാൻ പാടില്ല എന്നോ നമ്മുടെ മനസ്സിലേക്ക് ഇത്തരം ആളുകളുടെ മുഖം വരാൻ പാടില്ല എന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ ഒരു രോഗം ബാധിക്കുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കും ശിഫയായ വിശുദ്ധ ഖുർആൻ കൈവിടാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ ശിഫയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗം ബാധിക്കുമ്പോൾ അവൻ അറിയുന്ന സൂറത്തുകൾ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, ഇതൊക്കെ ഓതി സ്വന്തം തന്നെ ഊതുന്ന മന്ത്രിക്കുന്ന അവസ്ഥയുണ്ടാകണമെന്നാണ്. അങ്ങനെ മന്ത്രിച്ചു കഴിഞ്ഞാൽ ശമനമുണ്ട് എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചികിത്സിക്കുമ്പോൾ പല ചികിത്സകളും നമ്മൾ തേടാറുണ്ട്. എന്നാൽ പലപ്പോഴും ശർഈയായ ഇത്തരം ചികിത്സകൾ നമ്മൾ തേടാറില്ല എന്ന് മാത്രമല്ല, ചില ആളുകൾക്ക് ഇത്തരം ചികിത്സയെക്കുറിച്ച് അറിവ് പോലുമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് രോഗം ബാധിച്ചാലും ഖുർആനിലൂടെ നമുക്ക് ശമനമുണ്ട് എന്ന മനസ്സിലാക്കൽ, എന്ന ബോധ്യപ്പെടൽ, അത് വലിയ ഇൽമാണ്, അത് വലിയ അറിവാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പനി ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഖുർആനിലൂടെ ശമനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ അമിതമായി ആഗ്രഹിക്കണം. കാരണം നമുക്ക് ഖുർആനിന്റെ മഹത്വം ബോധ്യപ്പെടും. നമുക്ക് രോഗം ബാധിക്കുന്നു, നമ്മൾ റുഖ്യ ചെയ്യുന്നു, ആ റുഖ്യയിലൂടെ നമ്മുടെ രോഗത്തിന് ശമനം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഖുർആനിലുള്ള വിശ്വാസം വർദ്ധിക്കും. നമ്മൾ ഖുർആനിൽ വിശ്വസിക്കുന്ന വിശ്വാസം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സ്വാധീനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആൻ ഓതി നമ്മൾ ചികിത്സിക്കണം. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠം സഹോദരനെ സഹായിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു, നബിയെ ഞാൻ റുഖ്യ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് നബി പറഞ്ഞു, മനിസ്തതാഅ മിൻകും അൻ യൻഫഅ അഖാഉ ഫലിയഫ്അൽ. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സഹോദരനെ സഹായിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവൻ സഹായിച്ചു കൊള്ളട്ടെ എന്നാണ്. അപ്പൊ റുഖ്യ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സഹോദരനെ സഹായിക്കലാണ്. അവൻ അനുഭവിക്കുന്ന ആ രോഗത്തിൽ നിന്ന് അവനെ കരകയറ്റാൻ വേണ്ടി പരിശ്രമിക്കലാണ്. അതുകൊണ്ട് സഹോദരനെ സഹായിക്കുക എന്നത് റുഖ്യയിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു സഹോദരനെ നമ്മൾ സഹായിക്കുന്ന സന്ദർഭത്തിലെല്ലാം അള്ളാഹു നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കും എന്ന ഹദീസും കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കണം. രണ്ടാമത്തേത്, റുഖ്യ എന്ന് പറയുമ്പോൾ അതിന് ചില ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഹാഫിദ് ഹക്കമി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, അർറുഖ്യ ലാ തജൂസു ഇല്ലാ ബിജ്തിമാഇ സലാസതി ശുറൂതിൻ. 3 ഷർത്തുകൾ യോജിച്ചാലല്ലാതെ റുഖ്യ അനുവദനീയമല്ല. ഫഇദ ഇജ്തമഅത് ഫീഹാ കാനത് റുഖ്യതൻ ശർഇയ്യ. 3 ഷർത്തുകൾ, നിബന്ധനകൾ പാലിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ശർഇയ്യായ റുഖ്യയാണ്. വഇൻ ഇഖ്തല്ല മിൻഹാ ശൈഉൻ കാന ബിളിദ്ദി ദാലിക്. ഇനി അങ്ങനെയല്ല, അതിലെന്തെങ്കിലും ഒരു റുക്ന് നഷ്ടപ്പെട്ടാൽ, ഒരു ഷർത്ത് നഷ്ടപ്പെട്ടാൽ അത് ശർഇയ്യായ റുഖ്യയിൽ നിന്ന് മാറി ബിദ്ഇയായ, മംനൂആയ, വിരോധിക്കപ്പെട്ട റുഖ്യയുടെ ഗണത്തിലാണ് ഉൾപ്പെടുക. അൽ അവ്വൽ, അതിൽ ഒന്നാമത്തേത്, അൻ തകൂന മിനൽ കിതാബി വസ്സുന്ന ഫലാ തജൂസു മിൻ ഗൈരിഹിമാ. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാവുക. റുഖ്യ ചെയ്യുന്നത് ഒന്നുകിൽ ഖുർആൻ കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ സുന്നത്ത് കൊണ്ടായിരിക്കണം. ഇതല്ലാത്തത് കൊണ്ട് റുഖ്യ ചെയ്യരുതെന്നാണ്. രണ്ടാമത്തേത്, അൻ തകൂന ബിൽ ലുഗത്തിൽ അറബിയ്യ. അറബി ഭാഷ കൊണ്ടായിരിക്കുക. മഹ്ഫൂദതൻ അൽഫാളുഹാ മഫ്ഹൂമതൻ മആനിഹ. അറബി ഭാഷയിലാകുക എന്ന് പറയുമ്പോൾ അതിന്റെ ലഫ്ലുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അതിന്റെ അർത്ഥങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഫലാ യജൂസു തഗ്യീറുഹാ ഇലാ ലിസാനിൻ ആഖർ. മറ്റൊരു ഭാഷയിലേക്ക് മാറ്റം വരുത്താൻ പാടില്ല. അറബി ഭാഷയിലാകണം. ആ അറബി തന്നെ നമുക്ക് മനസ്സിലാകുന്നതാകണം, അക്ഷരങ്ങൾ തിരിയുന്നതാകണം, ആശയങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നതാകണം. അല്ലാത്ത രൂപത്തിൽ റുഖ്യ ചെയ്തു കഴിഞ്ഞാൽ അത് റുഖ്യ വിരോധിക്കപ്പെട്ട ഗണത്തിൽ ഉൾപ്പെടും. മൂന്നാമത്തേത്, അൻ യഅ്തഖിദ അന്നഹാ സബബുൻ മിനൽ അസ്ബാബ് ലാ തഅ്സീറ ലഹാ ഇല്ലാ ബിഇസ്നില്ലാഹി അസ്സ വജല്ല ഫലാ യഅ്തഖിദു അൻ നഫഅ ഫീഹാ ലിദാതിഹാ ബൽ ഫിഅ്ലു റുഖ്യ ഫിഅ്ലു റാഖി അസ്സബബ് വല്ലാഹു ഹുവൽ മുസബ്ബിബു ഇദാ ശാഅ. മൂന്നാമത്തേത്, റുഖ്യ ചെയ്യുമ്പോൾ റുഖ്യ ഒരു കാരണം മാത്രം. റുഖ്യ എന്നത് കാരണം മാത്രമാണ്. ഷിഫ നൽകുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ഉദ്ദേശിച്ചാലേ നമുക്ക് ശമനം ലഭിക്കുകയുള്ളൂ. റുഖ്യ ചെയ്യുന്ന ആൾ വെറും ഒരു കാരണക്കാരൻ മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം ശമനത്തിന്റെയും കാരണക്കാരൻ. പ്രാർത്ഥനയിൽ ഒരു രോഗിയെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്, അദ്ഹിബിൽ ബഅസ
റബ്ബൻ നാസി ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാഉക ഇല്ലാ ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. എല്ലാ ശിഫാവും ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക, നിന്റെ ഷിഫ അല്ലാതെ മറ്റൊരു ഷിഫയില്ലാന്ന്. അപ്പോ രോഗത്തിന് ശമനം അള്ളാഹുലൂടെയാണ്. അതുകൊണ്ട് തന്നെ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് അള്ളാഹ് എന്റെ രോഗം ഷിഫയാക്കി തരും എന്ന വിശ്വാസം ഒരാൾക്ക് ഭയങ്കര സമാധാനം നൽകുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് എന്ത് മരുന്ന് കഴിച്ചാലും എന്ത് കാരണങ്ങൾ സ്വീകരിച്ചാലും അള്ളാഹു ഓന്റെ രോഗം ഷിഫയാകണം എന്ന് വിധിച്ചിട്ടില്ല എങ്കിൽ ഓന്റെ രോഗം ഷിഫയാകൂല. അപ്പൊ അതുകൊണ്ട് ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വ്യക്തമാണ്, പണക്കാരനായ ഡോക്ടർ ആകട്ടെ സാധാരണക്കാരനായ ഡോക്ടർ ആകട്ടെ, ഇനി ഗവൺമെന്റ് സെക്ടറിൽ ജോലി എടുക്കുന്ന ഡോക്ടർ ആകട്ടെ പ്രൈവറ്റ് സെക്ടറിൽ ജോലി എടുക്കുന്ന ഡോക്ടർ ആകട്ടെ, ആരെടുത്ത് പോയി കഴിഞ്ഞാലും ഇവരൊക്കെ കാരണക്കാർ മാത്രമാണ്. ഏറ്റവും നല്ല ചികിത്സ സ്വീകരിക്കുക എന്നുള്ളതാണ്. എനിക്ക് എന്താണോ സാധിക്കുന്നത് ആ ചികിത്സ സ്വീകരിക്കും, ബാക്കിയൊക്കെ തവക്കൽതു അലല്ലാഹ്, അള്ളാഹുൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു ഈമാനുള്ള വ്യക്തി വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രൂപത്തിൽ പ്രയാസം അനുഭവിച്ച് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല, അവന്റെ കഴിവിന്റെ പരമാവധി ഒരു ചെറിയ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകാൻ സാധിച്ചതെങ്കിൽ പോലും ഈമാൻ ഉണ്ടോ അവൻക്കത് മതിയാകും എന്നുള്ളതാണ്. കാരണം അവന്റെ വിശ്വാസം എന്താ? അള്ളാഹുവാണ് ഷാഫി, ഷിഫ നൽകുന്നവൻ അള്ളാഹുവാണ്. എനിക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷിഫ നൽകുന്നവൻ അവനാണ് എന്നാണ്, അള്ളാഹുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം നല്ല റാഹത്തായിരിക്കും അവനുണ്ടാകുന്നത്. ഈ 3 ഷർത്തുകൾ റുഖിയയിൽ യോജിച്ചു വരണം, എങ്കിൽ മാത്രമേ റുഖിയ അനുവദനീയമാവുകയുള്ളൂ. മൂന്നാമത്തേത്, ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം റുഖിയക്ക് പണം സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ്. പക്ഷേ ഇന്ന് ചില ആളുകൾ ഈ റുഖിയ ഒരു ജോലിയായി കണ്ട് അങ്ങനെ ഇതിലൂടെ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. അതൊരിക്കലും ശരിയല്ല, അതൊരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥം വിശദീകരിക്കുന്നിടത്ത് എടുത്തു പറയുന്നുണ്ട്, സലഫുകളിൽ നിന്ന് ആരെയും നമുക്ക് റുഖിയക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി ഞാൻ റുഖിയ ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ വരണം എന്ന രൂപത്തിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റുഖിയയെ ഒരു പണത്തിന്റെ ഒരു സമ്പാദ്യത്തിന്റെ വഴിയായി സ്വീകരിച്ച് ആളുകളെ ചൂഷണം ചെയ്യുന്ന, ഭയങ്കര അമിതമായ പണം വാങ്ങുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അത് നമ്മൾ ദീനെ വിറ്റ് കാശാക്കുന്നതിലാണ് ഉൾപ്പെടുക. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. മറിച്ച് ഓതിക്കൊടുത്തു കുറച്ചൊക്കെ പ്രയാസം നമ്മൾ സഹിച്ചിട്ടുണ്ട് എങ്കിൽ എത്രയാണോ നമുക്ക് മതിയാകുന്നത് ആ രൂപത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. അമിതമായ നിരക്ക് ഇതിൽ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല, അത് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതുമല്ല. ഇവിടെ സ്വഹാബി എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീകരിച്ചിട്ടുണ്ട്. അത് എന്തല്ല, ആളുകളെ ചൂഷണം ചെയ്യുന്ന രൂപത്തിലല്ല എന്നുള്ളത്. അതുകൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നതാണോ അല്ലേ എന്നുള്ളത് സ്വന്തത്തോട് ചോദിച്ചാൽ തന്നെ അത് വ്യക്തമാകും. അതുകൊണ്ട് നമ്മുടെ നിയ്യത്തിൽ സത്യസന്ധത ഉണ്ടാകണം. ആളുകളുടെ പണമല്ല ഉദ്ദേശം, നമുക്ക് ആളുകളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. വലയം ബഗീലിൽ മുസ്ലിം അൽമാൽ, അവന്റെ ലക്ഷ്യം ധനമായി മാറരുത്. വൽ അസ്ലു അന്നഹു യർഖി അൽ മരീദ് വയൻഫുസു അലൈഹി വലാ ബഅസ അൻ യൻഫുസ ഫിൽ മാ എന്നിങ്ങനെ പറഞ്ഞിട്ടെന്ന് പറയാം. വഹാദാ ലഹു അൻ യഖുദ അലൈഹി ഉജ്റതൻ മഅഖൂല, കുറച്ചൊക്കെ അറിയപ്പെട്ട ഉജ്റത്ത് എന്തെയ്യാം സ്വീകരിക്കാം. അമ്മാ മാ യഫ്അലുഹു ബഅദു നാസ് മിൻ കൗനിഹി യജ്അലുഹാ ഹിർഫതൻ വതിജാറ, പക്ഷെ ഇതൊക്കെ ഒരു കച്ചവടമാക്കി മാറ്റുക എന്നുള്ളത് അതൊരിക്കലും യോജിച്ചതല്ല, അത് സലഫുകൾക്ക് പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, വളരെയധികം വലിയ ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം. നമ്മൾ സ്വന്തത്തിന് തന്നെ നമ്മൾ റുഖിയ ചെയ്യുക എന്നുള്ളതാണ്. ചില ആളുകൾക്കൊക്കെ നമുക്ക് തന്നെ ഓതാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. ഓതാ എന്നുള്ളത് വളരെ എളുപ്പമുള്ള വിഷയമാണ്. നമുക്ക് തന്നെ നമ്മുടെ മേൽ ഓതുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, നമ്മൾ ഒരുപാട് റാഖിമാരെ തേടി പോകേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ റാഖിമാര് എന്നൊക്കെ പറയുമ്പോൾ നല്ല ശുദ്ധരായ റാഖിമാര് വളരെ തുച്ഛാണ്. അധിക റാഖിമാരും ജനങ്ങളുടെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ളതൊക്കെ ജനങ്ങളുടെ പല രൂപത്തിൽ അവരുടെ ദീനിനെ തകർത്ത് കളയുന്ന ആളുകളാണ് പല റാഖിമാരും. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ ഉണ്ടാകണം. റാഖിമാരിലൂടെ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥാവിശേഷം വരെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധ നമുക്ക് വേണം. നമ്മൾ തന്നെ നമുക്ക് ഓതി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതാണ് തവക്കുലിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം. ഇനി നമുക്ക് ഓതാൻ സാധിക്കുന്നില്ല, നമുക്ക് ഭയങ്കര പ്രയാസമുണ്ട് എങ്കിൽ അറിയപ്പെടുന്ന നല്ല സ്വലാഹിയത്തുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, സുന്നത്തും
ദീനും ഒക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളുടെ അടുക്കൽ പോയി റുഖ്യ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ പ്രശസ്തിയുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വിശ്വാസമോ അദ്ദേഹത്തിന്റെ ശൈലിയോ ഒന്നും അറിയില്ല, അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ പോകേണ്ടതില്ല എന്നുള്ളതാണ്. മറ്റൊരു പാഠം ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, അതായത് നാലാമത്തെ പാഠം, ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കുക എന്നതിന്റെ പ്രാധാന്യമാണ്. സൂറത്തുൽ ഫാത്തിഹക്ക് അങ്ങേയറ്റത്തെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം നമുക്കിതിൽ നിന്ന് ബോധ്യപ്പെടും എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തുന്നതാണ്. സൂറത്തുൽ ഫാത്തിഹക്ക് ഒരുപാട് പേരുകൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേരുകൾ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. ആ സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകൾ തന്നെ എന്ത് ചെയ്യാണ്, സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യത്തെയാണ് ബോധ്യപ്പെടുന്നത്. ഉലമാക്കൾ പറയാറുണ്ട് കെസ്റത്തുൽ മുസമ്മ, ഒരുപാട് പേരുകൾ ഉണ്ട് എന്നത് ആ കാര്യത്തിന്റെ പ്രാധാന്യത്തെയാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് പേരുകളുണ്ട്. എന്തുകൊണ്ടാണ് ഒരുപാട് പേരുള്ളത്? അള്ളാഹുവിന്റെ മഹത്വം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് കെസ്റത്തുൽ മുസമ്മ, ഒരു കാര്യത്തിന് ഒരുപാട് പേരുണ്ട് എന്നുള്ളത് അത് അതിന്റെ കുറവിനെയല്ല സൂചിപ്പിക്കുക, അത് അതിന്റെ പോസിറ്റീവായ അതിന്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുക. എന്നിട്ട് ഈ ഹദീസ് കൊടുത്തതിന് ശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫഖദ് അസ്സറ ഹാദ الدواء في هذا الداء وأزاله حتى كأن لم يكن وهو أسأل دواء وأيسره. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും സ്വാധീനം ഉണ്ടാക്കുന്ന മരുന്ന്. ولو أحسن العبد التداوي بالفاتحة لرأى لها تأثيرا عجيبا في الشفاء. ഒരാൾ ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കുന്നത് ഏറ്റവും നല്ല രൂപത്തിലാക്കി കഴിഞ്ഞാൽ അവന് വലിയ അത്ഭുതം കാണാൻ സാധിക്കുന്ന, വലിയ അത്ഭുതം അവന് കാണാൻ സാധിക്കും എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്നത്, ചികിത്സിക്കുന്നിടത്ത് നമ്മൾ പല ചികിത്സകളും സ്വീകരിക്കാറുണ്ട്, എന്നാൽ ഖുർആനികപരമായ ചികിത്സ കൂടി നമ്മൾ സ്വീകരിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ശുദ്ധ ഖുർആനിനെ ഒഴിവാക്കിയ ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖുർആനിനെ ഒഴിവാക്കിയവരാണ് ഇവർ എന്ന റസൂൽ അള്ളാഹുവിനോട് വേവലാതി പറയുന്നു. ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ചില മുഫസ്സിരീങ്ങൾ പറയുന്നത്, ഖുർആൻ കൊണ്ട് ചികിത്സിക്കാതിരിക്കുക എന്നതും ഖുർആനിനെ ഒഴിവാക്കുന്നതിന് തുല്യമാണ്. ഖുർആൻ കൊണ്ട് ചികിത്സിക്കാതിരിക്കുക എന്നുള്ളത് ഖുർആനിനെ ഒഴിവാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കേട്ടുപോകാതെ പ്രയാസം വരുമ്പോൾ ഖുർആൻ മറിച്ച് കുറച്ചൊക്കെ ഖുർആൻ ഓതി, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓതി ഊതുന്ന ഒരവസ്ഥ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഖുർആനിന്റെ മഹത്വം, ഖുർആൻ ഷിഫയാണ് എന്നതിന്റെ യഖീൻ നമുക്ക് ബോധ്യപ്പെടുള്ളൂ. നമുക്കിപ്പോൾ ഇൽമുൽ യഖീൻ ഉണ്ട്, ഖുർആൻ ഷിഫയാണ് എന്ന ഇൽമു നമുക്കുണ്ട്, എന്നാൽ അത് നമുക്ക് ബോധ്യപ്പെടാന്നുള്ള, തിരിച്ചറിയാന്നുള്ളത്, അനുഭവിച്ചറിയാന്നുള്ള ഇൽമു പല ആളുകൾക്കും കുറവാണ്. അത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഖുർആനിനോടുള്ള മഹബത്ത് വർദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ചില ഷർത്തുകളുണ്ട്. എല്ലാ ആളുകളും ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അങ്ങനെ ഷിഫ ഉണ്ടാകണമെന്നില്ല. മറിച്ച് ഉണ്ടാകണമെങ്കിൽ ആ ഓതുന്ന ആൾ എന്ത് വിശ്വാസത്തിൽ ഓതണം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പാലിച്ചു കഴിഞ്ഞ് ആ രൂപത്തിൽ ഓതുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക. ഒരിക്കൽ മുത്തർരിഫ് ഇബ്നു ഷഖീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഖാല മരീദു ലഹു ഉദ്ഉലി. രോഗി പറഞ്ഞതാണ്, നമ്മൾ സാധാരണ സന്ദർശിക്കാനൊക്കെ പോകുന്ന സമയത്ത് രോഗികൾ പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പ്രത്യേകിച്ചും ഒരു നല്ല ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ കാണാൻ വരുന്നതെങ്കിൽ എന്തായാലും പറയും, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം. അങ്ങനെ മുത്തരിഫ് ഇബ്നു ഷഖീർ രോഗിയെ സന്ദർശിക്കാൻ പോയപ്പോൾ ഇതേപോലെ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ദുആ ചെയ്യണം. ആ സമയത്ത് മുത്തരിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്, ഉദ്ഉ ലിനഫ്സി, നീ നിന്റെ നഫ്സിന് വേണ്ടി നീ തന്നെ പ്രാർത്ഥിക്കുക. ഫഇന്ന ദഅവതക ദഅവതുൽ മുൽതർ, കാരണം നിന്റെ പ്രാർത്ഥന എന്നത് മുൽത്തറിന്റെ പ്രാർത്ഥന എന്നാണ്. നിന്റെ പ്രാർത്ഥന എന്നുള്ളത് മുൽത്തറായ ആളുകളുടെ പ്രാർത്ഥനയുടെ ഗണത്തിലാണ് ഉൾപ്പെടുക. ശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു, മുൽത്തറായ ഒരാൾ, വേറൊന്നും ഒരു വഴിയുമില്ലാത്ത ഒരവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് രോഗി എന്നത് ആ അവസ്ഥയിലുള്ളവനാണ്, രോഗിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ശർഈയായ ചികിത്സകൾ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ ദുനിയാവിൽ എന്തൊരു ചികിത്സയാണോ വെച്ചിട്ടുള്ളത് അതുകൂടി രേഖപ്പെടുത്തുകയും വേണം എന്നുള്ളതാണ്. ഇതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ക്ലാസ്സിൽ സൂചിപ്പിക്കാനുള്ളത്. ഇതിന് ശേഷം പറയുന്നത്, നമ്മൾ ഇത്തരം ചികിത്സ നടത്തുമ്പോൾ
ശറഈ ചികിത്സകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു ഭൗതിക ചികിത്സ നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ എന്ത് ചെയ്യാറുള്ളത്, ഭൗതികമായ ചികിത്സ നടത്താറുള്ളത്. പറയാം, അവർ ഉപയോഗിക്കുന്ന സൂചി പോലും അത് ഒരാൾക്ക് ഉപയോഗിച്ചത് അടുത്ത ആൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് എടുക്കുന്നിടത്ത് ഒക്കെ ഭയങ്കര സൂക്ഷ്മത പുലർത്താം. അല്ല എങ്കിൽ വേറെ പല പ്രശ്നങ്ങളും രോഗിക്ക് ഉണ്ടാകും അതിലൂടെ. എന്നാൽ അതേ സന്ദർഭത്തിൽ ശറഈ ചികിത്സ സ്വീകരിക്കുമ്പോഴും ചില മാനദണ്ഡങ്ങളുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ശറഈ ചികിത്സകൾ നമുക്ക് ലഭിക്കൂ. ഇൻഷാ അല്ലാഹ് എന്തൊക്കെ കാര്യങ്ങളാണ് ശറഈ ചികിത്സകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശാലമായി പറയേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി